ഹലോ വ്യൂവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഴിപ്പനിയാരം. ഇഡ്ഡലി ബാറ്ററില്ലേ, നമ്മുടെ ഇഡ്ഡലി മാവ് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഒരു കുഴിപ്പനിയാരമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളുക കേട്ടോ. ആദ്യം തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു കടുക് ഇട്ട് കഴിഞ്ഞ് അതിലേക്ക് ഈ ചെറിയ ഉഴുന്നില്ലേ, നമ്മുടെ ഹാഫ് ഉഴുന്ന്, ആ ഉഴുന്ന് ഒരു ടീസ്പൂൺ ഇടുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ കടലപ്പരിപ്പ് എന്ന് പറയും, ചെന്നാദാൾ, അത് കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടോളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇട്ടു. അതിട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം വഴറ്റണം കേട്ടോ. കുറച്ച് ജീരകം കേട്ടോ ഞാനിതിന് ഇടുന്ന, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ സ്പൂണിലാണ് ഞാനത് ഇട്ടിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഒരു ചെറിയ കുറച്ച് തേങ്ങ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ അങ്ങനെ അത് ഇടുന്നത്. പിന്നെ നമ്മുടെ ആവശ്യമുള്ള പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം നമ്മൾ കുറച്ച് നേരം അത് കരിഞ്ഞു പോകാതെ വളരെ സിമ്മിലാട്ടോ ഞാൻ സ്റ്റൗ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലൊന്നും മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കണം, ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ സവാള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാള അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ സ്റ്റൗ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കരിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പില അതിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലി ബാറ്റർ, നമ്മുടെ ഇഡ്ഡലി മാവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ. അതിനാവശ്യത്തിനുള്ള ഉപ്പിടുക കേട്ടോ. കുറച്ച് ഒരു സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് ചെറിയ സ്പൂണാട്ടോ, നിങ്ങൾക്ക് തോന്നുകയാണ് കുറേ ഉപ്പുണ്ടെന്ന്. അധികം ഉപ്പില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ സ്റ്റവ് നമ്മളങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തേക്കണം കേട്ടോ. ഇത്രയും മതി, ഇത്രയും വഴറ്റിയെടുത്താൽ മതി. സ്റ്റവ് സ്വിച്ച് ഓഫ് ചെയ്ത് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ആ ചൂടോടുകൂടി തന്നെ നമ്മളത് ഇഡ്ഡലി മാവിലേക്ക്, ഇത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയൊക്കെ വരുന്ന മാവിൽ ഞാൻ അതിലേക്കാട്ടോ ഇട്ടത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് കിട്ടട്ടെ എന്നിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അതിലേക്ക് ഇടണം, ചൂടോടുകൂടി തന്നെ ഇടണം കേട്ടോ. ആവശ്യമെങ്കിൽ കുറച്ച് നമ്മൾ കായത്തിൻ്റെ പൊടിയില്ലേ, ഒരു 1/4 ടീസ്പൂൺ ഇടാം. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ മല്ലിയില ഇട്ടില്ല. ഇത്രയും മതി. ആവശ്യമെങ്കിൽ മല്ലിയിലയും കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് നമ്മൾ രാവിലത്തെ കാപ്പിക്കോ വൈകുന്നേരത്തെ ചായക്കോ നമ്മളിത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇത് പിന്നെ ഞാനൊരു 5 നിമിഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേക്ക് കല്ല് ചൂടായി. ആ കല്ലിലേക്ക്, ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞാനൊരു ശകലം എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. അധികമൊന്നും എണ്ണ ഇതിന് ആവശ്യമില്ല. നമ്മളങ്ങനെ തന്നെ നമ്മൾ ഈ കുഴിപ്പനിയാരം ഇതിങ്ങനെ ആ കുഴിയിലേക്ക് ഒഴിച്ചു നമ്മളിങ്ങനെ വേവിച്ചെടുത്താൽ മതി. സിമ്മിലാട്ടോ കല്ല് വെച്ചിരിക്കുന്നത്, ഞാൻ ഫാസ്റ്റായിട്ട് വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നല്ലോണം വേകണം. ചെറുതായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ സിമ്മിൽ വെച്ച് കഴിഞ്ഞ ശേഷം അത് വെന്ത് വരാനായിട്ട് കുറച്ച് നേരം ആകും. കുറച്ച് മാവ് ഒഴിച്ചാൽ മതിട്ട്. ഞാൻ ഇട്ടപ്പോൾ കുറച്ച് അധികമായിപ്പോയി. പുറത്തൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 3 നിമിഷം കൂടെ മതി, കല്ല് നല്ല ചൂടായതല്ലേ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് തിരിച്ചിടുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ്സ്, അത് കഴിഞ്ഞാൽ നല്ലോണം വെന്തിട്ടുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കാം കേട്ടോ. ഇത്
ഇത് പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടുകാരുടെ ഫേവറേറ്റ് ഫുഡാണിത്. അവരെപ്പോഴും ഇത് അടിക്കടി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഹോട്ടലുകളിലും കിട്ടും ഇതിങ്ങനെ കുഴിപ്പനിയാരം എന്ന് പറയണേ. ഇത് നമ്മൾ തേങ്ങ ചമ്മന്തി ഇല്ല, തേങ്ങ ചട്നി, ദോശയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ചമ്മന്തി വെച്ച് നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കി, തേങ്ങ ചമ്മന്തി. ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാനിടുക കേട്ടോ. പിന്നെ അതിന് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ആ ഉള്ള എണ്ണയിൽ തന്നെ നമ്മളങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ടു കഴിഞ്ഞ ശേഷം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത ട്രിപ്പ് ഞാൻ എടുത്തു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ തൊട്ട് എണ്ണയില്ലെങ്കിലും സാരമില്ല. ഇനി അടുത്ത ട്രിപ്പും കൂടെ നമ്മൾ ഇനി മാവ് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതി. എണ്ണയുടെ അധികം ആവശ്യമില്ല, വളരെ കുറച്ച് എണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. താങ്ക് യു വ്യൂവേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.